നമുക്കിന്നൊരു ഉള്ളിപ്പൂ തോരൻ വയ്ക്കാം. ഉള്ളിപ്പൂ തോരൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതെന്താ ഉള്ളിപ്പൂ തോരൻ ആർക്കറിയില്ല അല്ലേ, ആരും വയ്ക്കുന്നതല്ലേ എന്ന് തോന്നാം. പക്ഷെ ഓരോ വ്യക്തികളും ഓരോ തരത്തിലായിരിക്കുമല്ലോ വയ്ക്കുന്നത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് ഒരു രീതിയിലാണെന്ന്, ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളും കണ്ടിട്ട് മനസ്സിലാക്കൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ കാണിക്കാം. ഇത് രണ്ട് ചെറിയ പിടി ആയിട്ടുള്ള ഉള്ളിപ്പൂവാണ്. അതിനെ എടുത്ത് കഴുകി നീറ്റാക്കി, ഇനി ഇതെല്ലാം കട്ട് ചെയ്യണം. നീറ്റാക്കിയിട്ട് എൻ്റെ കൈക്ക് ഒരു കൈ പിടി കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ്, ഇതിനൊരു അളവൊന്നും പറയാനില്ല, ഇത്രയാണ് ഉള്ളിപ്പൂ. ഇതിന് കൂടെ ചേർക്കുന്നത്, അരച്ച് ചേർക്കാനുള്ളത് തേങ്ങ. തേങ്ങ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് തേങ്ങ. ഈ തേങ്ങയിൽ കൂടി തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ കാലെന്ന് പറയാം ജീരകം, നല്ല ജീരകം, പിന്നെ പെരിഞ്ജീരകം, അതും 1/4 ടീസ്പൂൺ തന്നെ. ഈ നല്ല ജീരകവും പെരിഞ്ജീരകവും ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് കറക്കണം. നല്ലവണ്ണം നമ്മൾ തോരൻ അരക്കില്ലല്ലോ, ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഈ പെരിഞ്ജീരകം ഞാൻ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇത് ഉള്ളിപ്പൂ ആയതുകൊണ്ടാണ്. ഉള്ളിക്ക് എപ്പോഴും പെരിഞ്ജീരകം ചേരുന്നത് കുറച്ച് മണവും ഗുണവും കഴിക്കാനൊരു ടേസ്റ്റും ഒക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചേർക്കാറുണ്ട്. ഇനി ഇതിന്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, ഞാൻ ചേർക്കാറുണ്ട്. ഇത്രയും സാധനമാണ് ചേർക്കുന്നത്. പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്. ഈ പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല, ഇങ്ങനെ കാണുന്നെങ്കിലും എരിവ് കുറവാണ്. അപ്പോൾ ഒരു പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത്ര 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇഞ്ചി ചേർത്താൽ നമുക്ക് വയറിന് നല്ലതാണ്. ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു നല്ലതാണ് ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചിയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇഞ്ചിയും പെരിഞ്ജീരകവും ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. പിന്നെ ചെറുപയറ് കിളിർപ്പിച്ചതാണ്, കുതിർത്തി കിളിർപ്പിച്ചതാണ്. അതും ഒരു പിടി എടുത്തിട്ടുണ്ട് ചെറുപയർ. ഇനി നമുക്ക് ഈ ഉള്ളിപ്പൂവിന് ഇതിന്റെ ഇവിടെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കുനുകുനേ അരിയും. കുനുകുനേ എന്ന് പറയില്ലേ, അതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് വയ്ക്കുന്നത് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പണി തുടങ്ങാം അല്ലേ. അപ്പൊ ഇതാണ്, ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുക്, അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു കണക്കിന് കുറച്ച് കടുകിട്ടു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് ഇത് കുനുകുനൊന്നും ആയില്ല കേട്ടോ, കുറച്ച് വലിയ പീസൊക്കെ ആയി കട്ട് ചെയ്തപ്പോൾ. ഉള്ളിപ്പൂ അങ്ങോട്ടാണ്. ഉള്ളിപ്പൂ അരിയാൻ എപ്പോഴും പ്രയാസമാണല്ലേ, നാരുപോലെ വരും. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെങ്ങനെ ഇട്ടിട്ട് ഉള്ളിപ്പൂവിന് വേവ് കുറവാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതിയല്ലോ, അധികം വേവുണ്ടാവില്ല, വേഗം ആയിക്കോളും. അത് വാടിയാൽ മതി. ഉള്ളിപ്പൂ ഒരുപാട് വെന്താലും അത് അത്ര ഭംഗിയല്ല കഴിക്കാൻ. വേണ്ടേ, ഇപ്പൊ തന്നെ വാടിയിട്ടുണ്ട്, വാടിയാൽ മതി. ഈ കൂട്ടത്തില് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും തല്ലി വെച്ചിരുന്നു, അതും അങ്ങിടാം. അതിട്ട് അത് ഒന്ന് വാടണം, അത്രയേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടോ, ആ ഉള്ളിപ്പൂലാണ് എന്ത് വരെ. അത് കഴിഞ്ഞിട്ട് ഇതില് നമുക്ക് കിളിർപ്പിച്ച ചെറുപയർ അത് ഇട്ടേക്കാം. കിളിർപ്പിച്ച് ഒന്ന് ആവി കയറ്റിയ ചെറുപയറാണ്. ഈ കൂട്ടത്തിൽ തന്നെ തേങ്ങ, കറക്കി എടുത്ത് വെച്ച തേങ്ങാക്കൂട്ട് അതും ഇട്ടിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തേങ്ങ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് വേവ് കുറവാണല്ലോ ഉള്ളിപ്പൂവിന്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തേങ്ങ ഇടുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആയിട്ട് നമ്മൾ ഏത് തോരനും തേങ്ങ യൂസ് ചെയ്യാറുള്ളൂ അല്ലേ. ഇതിങ്ങനെ വെച്ചിട്ട് നല്ലവണ്ണം അതിൻ്റെ ഹീറ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ
ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തോരൻ റെഡി ആയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഉള്ളിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ, അടിപൊളിയാണേ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇനി ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും. ബൈ.